രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കഴിക്കാൻ 10 മിനിറ്റ് കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തയ്യാറാക്കിയാലോ? കെമിക്കൽസോ ഫ്ലേവേഴ്സോ കളേഴ്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ ഹെൽത്തിയാണ് ഈ ഫുഡ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? തങ്കംസ് ഫാമിലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് മൈദയോ റവയോ ഓട്സോ ചേർക്കാം, കൂരക് വേണമെങ്കിലും ചേർക്കാം. അതൊന്ന് ഇളക്കി ആ നെയ്യിലൊന്ന് ചൂടാക്കി ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അതിലേക്ക് ഞാനൊരു ഏത്തപ്പഴം അരിഞ്ഞത് ചേർക്കുകയാണ്. ഒരു മീഡിയം കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. അതൊന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാം. ഗോതമ്പ് പൊടി 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ ചേർക്കണ്ട. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം ലോയിൽ തന്നെ ആയിരിക്കണം. വെള്ളം കൂടുതൽ എടുക്കണ്ട. ഇതിലേക്ക് നമുക്കിനി പാൽ കൂടി ചേർക്കാനുള്ളതാണ്. നിങ്ങൾ പാൽ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം കൂടുതൽ ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ട് ആ കഷ്ണങ്ങളൊന്ന് വേകുന്നത് വരെ അവിടെ ഇരിക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഞാനിതിൽ മധുരം ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി അതിലേക്ക് 150 മില്ലിയുടെ ഒരു ഗ്ലാസ്സിൽ പാലാണ് ചേർക്കുന്നത്. പാല് നിങ്ങൾക്ക് പാല് മാത്രമായിട്ടോ വെള്ളം മിക്സ് ചെയ്തോ, ഇനി പാല് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വെള്ളം മാത്രമോ ചേർക്കാം. ഇതെല്ലാം കൂടെ അവിടെ ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മിക്സിയിലേക്ക് 1 ഏലക്ക ചതച്ചതും 5-6 കശുവണ്ടി പരിപ്പും 5 ഡേറ്റ്സും കൂടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പാലെല്ലാം തിളച്ച് അതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മിക്സ് കൂടി ചേർക്കുക. അത് നന്നായിട്ടൊന്ന് അരിഞ്ഞു വരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. നല്ല പോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതിൽ ഗോതമ്പ് പൊടി ചേർത്തതുകൊണ്ട് പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കരിഞ്ഞു പിടിച്ചാൽ നമ്മുടെ ഈ ഫുഡിൻ്റെ ടേസ്റ്റ് ഫുള്ള് മാറിപ്പോകും. നമ്മുടെ ഈ ഡ്രിങ്ക് നല്ലപോലെ ചൂടായി കഴിഞ്ഞു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല. 1 സ്പൂൺ നെയ്യിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇനി നെയ്യ് ചേർക്കണ്ട. ഡേറ്റ്സ് ചേർത്തത് കൊണ്ട് മധുരം ഒന്നും ചേർക്കണ്ട. പിന്നെ ഏലക്ക ചേർത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫ്ലേവർ കിട്ടും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് കൂടുതൽ മധുരത്തിൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരല്പം ക്യാരറ്റും 2-3 കിസ്മിസും കൂടി ചേർക്കുന്നുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് പിന്നെ ഉച്ചയാകാതെ വിശക്കില്ല, വയറ് നല്ല പോലെ നിറയുകയും ചെയ്യും. വളരെ ഹെൽത്തിയുമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരാൾക്ക് കഴിക്കാനുള്ള അളവുകളാണ്. നമ്മുടെ ഇന്നത്തെ ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. കശുവണ്ടി പരിപ്പിന് പകരം നിങ്ങൾക്ക് ബദാം വേണമെങ്കിലും എടുക്കാം. ഡയബറ്റിക്സും കൊളസ്ട്രോളും ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.